ഹലോ അസ്സലാമലൈക്കും. സ്കൂളിൽ ശിശുദിന പരിപാടിയാണ് കേട്ടോ. ശിശുദിന പരിപാടി എന്ന് വെച്ചാൽ രാവിലെല്ല വൈകുന്നേരം മുതൽ ഉച്ച മുതൽ തുടങ്ങിയത്. കാരണം LKG UKG സെക്ഷനിലുള്ള മക്കൾക്ക് അന്നാണ് അവരുടെ കലോത്സവം, ഒപ്പനയും തിരുവാതിരയും ഡാൻസൊക്കെ. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തത്. ഇത് കാണാൻ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം മോളൊക്കെ UKG പഠിക്കുന്ന ടൈമിൽ, LKG കൊറോണ ആയിരുന്നല്ലോ, UKG പഠിക്കുന്ന ടൈമിൽ മക്കളെ തിരുവാതിരയും ഒപ്പനയൊക്കെ ഇതേപോലെ ഓപ്പൺ സ്റ്റേജ് കെട്ടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അപേക്ഷിച്ചിരുന്നു. ഞങ്ങളൊക്കെ എന്തെങ്കിലും പൈസ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഓപ്പൺ സ്റ്റേജ് ആക്കാം. പക്ഷെ അന്ന് അവിടുത്തെ സാർമാരൊന്നും അതിന് സമ്മതിച്ചില്ല. മുകളിൽ ചെറിയൊരു ഹോളിൽ വെച്ചിട്ട് തട്ടിക്കൂട്ടൊരു പലക വെച്ചുള്ള സ്റ്റേജിലാണ് അവർ കളിച്ചത്. അത് കഴിഞ്ഞ് അവർ 1ാം ക്ലാസ്സിലെത്തി. ആ വർഷം മുതൽ LKG UKG ശിശുദിന പരിപാടി ശലഭോത്സവം എന്നുള്ള ലെവലിൽ ഇവിടെ പുറത്തായി, ഓപ്പൺ സ്റ്റേജായി. പിന്നെ സിനിമാറ്റിക് പാട്ടുകളായി. അന്നൊരു സിനിമാറ്റിക് ഡാൻസ് കളിക്കാനൊക്കെ അവർക്കും ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല. പക്ഷെ അതിന് പകരം അവർ 2-3 പ്രാവശ്യം കളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കളിക്കാൻ കഴിഞ്ഞില്ല. ഈ മക്കളെ പരിപാടി കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഞങ്ങളെ മക്കൾക്ക് അത് കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ. എന്തായാലും കുഞ്ഞു മക്കളെ പരിപാടി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ടൈം നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്മായ ഞങ്ങളെ ചതിച്ചു. അങ്ങനെ ഞാൻ അവളെയും മോനെയും കൂട്ടി നേരെ വന്നു. എൻ്റെ കണ്ടക ശനിയാണോ എന്നറിയില്ല, ഈ ഒരു ചട്ടിക്ക് പോയി ഞാൻ മടുത്തു. ഒരൊറ്റൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ ഇവിടെ കയറി മുതൽ കറി വെക്കലും വെല്ലും ഉപ്പിരിയാക്കലും എല്ലാ സംഭവം അതിൽ തന്നെ. അപ്പോൾ ചട്ടിക്ക് പോകുമ്പോൾ എൻ്റെ കണ്ടകശനി പോലെ അവർ ലീവാണ്. ഒരാഴ്ച ഈ ചട്ടിൻ്റെ മേലെ നടക്കുന്നത്. കാരണം ഈ ചട്ടിനെ പറ്റി വലിയ വിവരമില്ലാത്തത് കൊണ്ട് ഉമ്മ വരണം ചട്ടി തീരുമാനിക്കാൻ. അങ്ങനെ ഉമ്മയും ഞാനും കൂടി ചട്ടിയൊക്കെ സെലക്ട് ചെയ്ത്, ഒരു വലിയ ചട്ടിയും പിന്നെ ഒരു ചീനച്ചട്ടി പോലത്തെ ഒരു കുഞ്ഞു ചട്ടിയും. അങ്ങനെ ഇത് വില പേശാണ്. കാരണം കുറച്ച് തരുമെന്ന് ചോദിക്കാം. അന്ന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നിന്നപ്പോൾ ഒരു ബേക്കറി പുതുതായിട്ട് തുറന്നിക്കണം. അപ്പോൾ ഒന്ന് കയറി നോക്കാം. കയറി പാടുക ഈ ടോബ്ലറോണും ഈ ഡയറി മിൽക്കിലേക്കാണ് കണ്ണ് പോയത്. അതെന്താണെന്നറിയില്ല, ഒന്നും വാങ്ങൂല. പക്ഷെ ഒന്ന് കൊതിച്ച് അവിടെ സംതൃപ്തി അടങ്ങും, അവിടെ വെക്കും, അതിൻ്റെ വില അറിയും. പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങുമായിരിക്കും. അങ്ങനെ മക്കളോടും പറയും നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങാമെന്ന് പറഞ്ഞ് അവരെയും പറ്റിച്ച് ആ ബേക്കറി ഒന്നായിട്ടൊന്ന് കണ്ട് എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും മക്കളും നേരെ തിരിച്ച് ഒരുവിധം മഴ മൊത്തം ഞാനും മക്കളും കൊണ്ടൊക്കെയുണ്ട്. ബാക്കി ഇനിയിപ്പോൾ കൊള്ളേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ് തോന്നുന്നു, മഴയും പോയി തോന്നുന്നു. അപ്പോഴേക്കും ഗ്രൗണ്ടിൽ മക്കൾ വന്ന് നല്ല ഫുട്ബോൾ കളി, നല്ല മഴയും ഫുട്ബോൾ കളി. അടിപൊളിയാണ് അല്ലേ. അപ്പോൾ അവിടെ ബേക്കറി പോയപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നീനു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താ നോക്കണ്ടേ. അപ്പോൾ അതിനായി വേഗം വീട്ടിൽ കയറി അവളുടെ പനി തുടങ്ങിയിട്ടോ. അവൾക്ക് ഗിഫ്റ്റ് നോക്കിയാൽ മതി, എന്തായാലും ഉറപ്പാണ്. ഒരു കുഞ്ഞ് ഗ്ലാസ്സോ അല്ലെങ്കിൽ സാധാ ഒരു ഗ്ലാസ് അതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.